ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ വാഹനത്തിന്റെ എഞ്ചിനിലോട്ട് വരുന്ന എയർ ഫിൽറ്ററിൽ ഒരു സെപ്പറേറ്റ് ഹോസോ അല്ലെങ്കിൽ എഞ്ചിന്റെ എയർ ഫിൽറ്റർ കുറച്ച് മാറിയായിരിക്കും നിൽക്കുന്നത്. അതായത് എഞ്ചിനിലോട്ട് എയർ വലിക്കുന്ന ആ എയർ ഫിൽറ്റർ കുറച്ച് മാറിയാണ് നമ്മുടെ വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. എത്ര പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്? നമുക്കൊന്ന് നോക്കാം. ഞാൻ കാണിച്ചു തരാം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന്. ആഹാ, വാഹനത്തിന്റെ ബോണറ്റിനകം മുഴുവൻ ചെളിയും പൊടിയൊക്കെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം കിട്ടിയില്ല ഇതിനകത്ത് കഴുകാൻ വേണ്ടി. കാരണം ഞാൻ എപ്പോഴും ഹുഡിനകത്ത് വാഷ് ചെയ്യുന്നതാണ്. വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ടിരിക്കണം. കുറച്ചേറെ സമയം എടുക്കുന്നതാണ്, സമയം കിട്ടിയില്ല. ബോഡിയൊക്കെ മാത്രം വാഷ് ചെയ്തിടാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് നമ്മുടെ പോയിന്റിലോട്ട് വരാം. ഇതിപ്പോൾ നമ്മുടെ ഒരു എയർ ഫിൽറ്റർ, ഇവിടെ പുറകിലാണ് എയർ ഫിൽറ്റർ വരുന്ന ഒരു എയർ ഫിൽറ്ററിന്റെ കേസാണ്. ഈ ഒരു ലൈൻ, അതായത് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഹോസ് പോകുന്ന എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? കണ്ടോ, ഇങ്ങനെ ഒരു ഹോസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫിൽറ്ററിൽ നിന്നും കുറച്ച് ദൂരം മാറി, അല്ലെങ്കിൽ എഞ്ചിൻ സൈഡിൽ നിന്നും കുറച്ച് ദൂരം മാറിയാണ് ഇങ്ങനെ ഒരു ഹോസ് കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് ശരിക്കും ഇങ്ങനെ ഒരു ഹോസ് കൊടുത്തിരിക്കുന്നത്? വേണമെങ്കിൽ ഈ ഒരു പോർഷൻ നമുക്ക് ഇവിടുന്ന് കാണാം. ഇതിങ്ങനെ കൊടുക്കാമല്ലോ. എന്തുകൊണ്ടാണ് ഇവിടുന്ന് ഇങ്ങനെ എയർ എടുക്കുന്നത്? ഇവിടുന്ന് എടുക്കാമല്ലോ. അപ്പം ഇതിലൊക്കെ പല കാരണങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു സക്ഷൻ ഹോസ് പോലെ, അല്ലെങ്കിൽ അവിടുന്ന് സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള പ്രധാന കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും നമ്മുടെ ഈ വാഹനത്തിന്റെ എഞ്ചിനിലോട്ട് കൂൾഡ് എയർ ആണ് വേണ്ടത്. അതായത് നല്ല തണുത്ത എയർ ആണ് വേണ്ടത്. ഇപ്പം പഴയ സെൻ ഒക്കെ യൂസ് ചെയ്യുന്ന, അതായത് മാരുതിയുടെ സെൻ വാഹനം യൂസ് ചെയ്യുന്ന പലർക്കും അറിയായിരിക്കും, ഒരു സൈഡിൽ, അതായത് ഏകദേശം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ സൈഡിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ മറന്നുപോയി. ഈ ഒരു സൈഡിലായിട്ടായിരിക്കും അതിന്റെ ഒരു എയർ ഫിൽറ്ററിന്റെ കേസ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ്, അതായത് എഞ്ചിനിൽ നിന്ന് കുറച്ച് മാറിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ എയർ ഫിൽറ്റേഴ്സ് മാറി നിൽക്കുന്നത്? അല്ലെങ്കിൽ ആ എയർ ഫിൽറ്റേഴ്സിന്റെ എയർ സക്ക് ചെയ്യുന്നത് കുറച്ച് മാറി നിൽക്കുന്ന എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കോൾഡ് എയർ എടുക്കാൻ വേണ്ടി. കാരണം നമുക്കറിയാം നമ്മുടെ എഞ്ചിൻ നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഈ ഒരു പോർഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല ചൂട് വരുന്ന ഒരു പോർഷനാണ്. എന്നാൽ ഇങ്ങോട്ട് മാറുന്തോറും കുറച്ച് കൂളർ എയർ, അതായത് പുറത്തുനിന്ന് കാറ്റ് വലിക്കുന്ന സമയത്ത് തണുത്ത എയർ ഇതിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അങ്ങനെ ഒരു രീതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ തണുത്ത എയറിന് എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തണുത്ത എയറിനകത്ത് ഓക്സിജന്റെ അളവ് കൂടുതലായിരിക്കും. അതായത് ഓക്സിജന്റെ അളവ് കൂടുതലെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഓക്സിജന്റെ മോളിക്യൂൾസ് അടുത്തിരിക്കുന്നതുകൊണ്ട് ബേണിംഗ് കൂടും. അതായത് വാഹനത്തിന്റെ ബേണിംഗ് കപ്പാസിറ്റി, ഫ്യൂവൽ ബേൺ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറച്ചുകൂടെ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ ഒരു ഹോസ് കൊടുക്കുന്നത്. ഞാൻ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇതുപോലത്തെ ഹോസ് ഒക്കെ ചിലർ എടുത്ത് കളയുന്നത്, അല്ലെങ്കിൽ ഇത് ഊരിയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നമ്മളൊരു ഫിൽറ്റേഴ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത്, അതായത് പവർ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ യൂണിറ്റ്സ് എല്ലാം മാറി ആ ഫിൽറ്റർ വേറെ അഡീഷണൽ ആയിട്ട് അവിടെ തന്നെ, അതായത് ആ ഒരു പോർഷൻ തന്നെ കൺസ്ട്രക്ട് ചെയ്ത് വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാഹനം ഓടത്തില്ലേ എന്ന് ചോദിച്ചാൽ ഓടും. ഓടുന്നുണ്ടെന്ന് ഒരു കുഴപ്പവും വരത്തില്ല. പക്ഷെ വാഹനത്തിന്റെ ആ ഒരു പവർ ഔട്ട്പുട്ടിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നല്ല പ്രോപ്പർ ആയിട്ടുള്ള ബേണിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടാതെ വരും. അങ്ങനെയൊക്കെ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ വാഹനത്തിന്റെ പവർ കുറയും, മൈലേജ് ലോസ് ഉണ്ടാവും, പിക്കപ്പ് കുറവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും ഈ ഒരു എയർ ഫിൽറ്ററിന്റെ ഹോസ് ഈ സൈഡിലോട്ട്, അല്ലെങ്കിൽ എത്രയും മാക്സിമം സൈഡിലോട്ട് മാറ്റാൻ പറ്റുമോ അത്രയും മാറ്റി കോൾഡ് എയർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനിയെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിയെന്ന് ഞാൻ